ഈ വേട്ടക്കാരെ ഈ ശത്രുക്കളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഇപ്പോൾ ഈ ലോക്കൽ ബോഡി തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ രാഹുൽ സജീവമായി ഒരു രാഹുൽ ഇമ്പാക്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് അനുകൂലമാകുന്ന രീതിയിലുള്ള ഇമ്പാക്ട് തന്നെയായിരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഘടകങ്ങളാണ് ഇവരെ അലട്ടുന്നത്. ഒന്ന്, ഈ പറയുന്ന പാലക്കാട്ടെ നഗരസഭ കണ്ണാടി അടങ്ങുന്ന CJP കൂട്ടുകെട്ടിന്റെ ഭരണത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമാകും എന്നുള്ളത് അലട്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാഹുൽ പാർട്ടിയിലും വലിയ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിന്റെ ഘടകമായിട്ട് രാഹുൽ മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന സസ്പെൻഷൻ മാത്രമാണ്. ആ സസ്പെൻഷൻ കൂടി പിൻവലിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന വേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി ആവുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, രാഹുൽ സജീവമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേട്ടയാടലുകൾക്കൊക്കെ തക്കതായ മറുപടികൾ രാഹുലിന്റെ കയ്യിൽ നിന്ന് വരും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കമില്ല. അപ്പോ ഇതൊന്നും സഹിക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് രാഹുലിനെ തിരിച്ചു വരാനുള്ള ഒരു വിധത്തിലും അയാൾ അനുവദിക്കരുത് എന്നുള്ള ഒരു ദുർവാശിയുടെ പുറത്ത് നടക്കുന്ന വ്യാജമായ പ്രചരണങ്ങളാണ് ഇപ്പോ രാഹുലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്.